തദ്ദേശ തിരഞ്ഞെടുപ്പിന് ജില്ലയിൽ ഒരുക്കം പൂർത്തിയായതായി പത്തനംതിട്ട ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു. വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അടങ്ങുന്ന ബാലറ്റ് പേപ്പർ സെറ്റ് ചെയ്ത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. ജില്ലയിലെ 12 സ്ട്രോങ് റൂമുകൾക്ക് കർശന പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. വോട്ടിംഗ് മെഷീനുകളുടെയും തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെയും വിതരണം ഡിസംബർ 8 രാവിലെ 8 ജില്ലയിലെ 12 വിതരണ കേന്ദ്രങ്ങളിൽ നടക്കും. ജില്ലയിലെ 53 ഗ്രാമപഞ്ചായത്തിലായി 833 ഇടങ്ങളിലും 8 ബ്ലോക്ക് പഞ്ചായത്തിലായി 114 ഇടങ്ങളിലും 4 നഗരസഭകളിലായി 135 ഇടങ്ങളിലും ജില്ലാ പഞ്ചായത്തിൽ 17 ഇടങ്ങളിലുമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 9 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ജില്ലയിൽ ആകെ 4,90,838 പുരുഷന്മാരും 5,71,974 വനിതകളും 3 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ 10,62,815 വോട്ടർമാരാണുള്ളത്. 1,640 പുരുഷന്മാരും 1,909 വനിതകളും ഉൾപ്പെടെ 3,549 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പിന് 1,225 പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചു. വോട്ടെടുപ്പിനായി ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തീകരിച്ച 2,210 കൺട്രോൾ യൂണിറ്റും 6,250 ബാലറ്റ് യൂണിറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ 1,590 കൺട്രോൾ യൂണിറ്റും 4,370 ബാലറ്റ് യൂണിറ്റും ബ്ലോക്ക് മുനിസിപ്പൽ വരണാധികാരികൾക്ക് വിതരണം ചെയ്തു. പോളിംഗ് ഡ്യൂട്ടിയിലേക്ക് 1,474 പ്രിസൈഡിംഗ് ഓഫീസർമാർ, 1,474 ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ, 2,948 പോളിംഗ് ഉദ്യോഗസ്ഥരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. ഡ്യൂട്ടിയിലേക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ പരിശീലനം പൂർത്തിയായി. പോളിംഗ് ബൂത്തിലേക്കും വോട്ടെടുപ്പിനും ശേഷം സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും പോളിംഗ് ടീമിനെ എത്തിക്കുന്നതിന് വാഹനം സജ്ജമാക്കി. ഓരോ വാഹനത്തിനും റൂട്ട് ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ അടിയന്തര സാഹചര്യത്തിൽ ഇടപെടുന്നതിനും വിവരശേഖരണത്തിനും 107 സെക്ടറൽ ഓഫീസർമാരെയും നിയോഗിച്ചു. 9 നടക്കാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലാതലത്തിൽ ഉള്ള അറേഞ്ച്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രീഫിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്, അതുകൂടാതെ ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി ഒരു ബ്രീഫായിട്ട് ഒരു ഡിസ്ക്രിപ്ഷനാണ് പറയാൻ പോകുന്നത്. ഇതിൽ ജില്ലയിലെ 53 ഗ്രാമപഞ്ചായത്തുകൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 4 മുനിസിപ്പാലിറ്റികൾ, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലുള്ള തിരഞ്ഞെടുപ്പാണ് ഡിസംബർ 9 നടക്കുന്നത്. ജില്ലയിലെ 53 ഗ്രാമപഞ്ചായത്തുകളിലായി 833 നിയോജക മണ്ഡലങ്ങളിലും 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 114 നിയോജക മണ്ഡലങ്ങളിലും 4 മുനിസിപ്പാലിറ്റികളിലായി 135 നിയോജക മണ്ഡലങ്ങളിലും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 17 നിയോജക മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കി. ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് റാമ്പ് സൗകര്യം ഒരുക്കും. സെൻസിറ്റീവ് ബൂത്തുകളായ 17 പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനമുണ്ട്. വെബ്കാസ്റ്റിംഗ്, പോൾ മാനേജർ എന്നിവയുടെ നിരീക്ഷണത്തിലാണ് കളക്ടറേറ്റിൽ കൺട്രോൾ റൂം ക്രമീകരിച്ചിട്ടുള്ളത്. ഹരിതചട്ടം പാലിച്ച് തെരഞ്ഞെടുപ്പ് നടപടിക്രമം പൂർത്തിയാക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ജില്ലാ താലൂക്ക് തലങ്ങളിൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാതല സ്ക്വാഡിന്റെ ചുമതല തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ താക്കൂറിനാണ്. ഡിസംബർ 7 പോസ്റ്റൽ ബാലറ്റ് അയക്കും. പോളിംഗ് സ്റ്റേഷനായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഡിസംബർ 8 9 അവധിയായിരിക്കും. ജില്ലയിൽ വോട്ടെണ്ണൽ നടപടി സമാധാനപരമായി പൂർത്തിയാക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.